ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ? മാളികപ്പുറം സിനിമ അവരെടുക്കുന്നത് അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ്. മാളികപ്പുറത്തിൽ ഒളിച്ചു കടത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കടത്തലാണ്. സീക്രട്ട് ഏജന്റ് ഉണ്ണിമുകുന്ദന്റെ പുതിയ സിനിമയായ മാളികപ്പുറത്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് 3-4 വീഡിയോ. സുഖിപ്പിക്കുന്ന ചോദ്യം മാത്രം പ്രതീക്ഷിച്ച യുവനടൻ അലറിത്തുള്ളി. മേപ്പടിയാൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ഉണ്ണിമുകുന്ദനോ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ളവരോ പറയട്ടെ. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. എന്താ വന്നേ ഓടാ രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ, ഇത് നടേശനും പിള്ളേരും നോക്കിക്കോളാം. സർ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അത് തിയേറ്റർ ഇളകി മറിയായിരുന്നു. അത് മോഹൻലാൽ ഫാൻസിന് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? തിയേറ്റർ ഇളകി മറിയായിരുന്നു. അത് മോഹൻലാൽ ഫാൻസിന് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. മോഹൻലാലിനെ കൊണ്ടത് ഇപ്പൊ മോഹൻലാൽ മറ്റേ രണ്ടാമത് വരുന്നൊരു സീനില് പുള്ളി മറ്റേ 3 ലോറി മറിയുന്നുണ്ട്. ഈ ലോറി മറിയുന്നത് കാണാൻ മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസൂസു വണ്ടി എടുത്ത് നേരെ പോയി റോഡിന്റെ നടുക്ക് നിൽക്കുക. ഇയാൾ ജീവിതത്തിൽ ആദ്യമുള്ള മറ്റേ JCB കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോയി നിൽക്കുന്ന പോലെ ഒരു ഡോൺ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. വിഷ്വലി ആണെങ്കിലും ലാലേട്ടനെ ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. കൈയടിച്ച് ആഘോഷമായിട്ട് ഇരുന്ന് കാണാനുള്ള അത്രയും സെക്കൻഡ്സേ ഉള്ളൂ. പക്ഷെ കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും